ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലെസ് വെൻഡേഴ്സ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അടുത്തൊരു യാത്ര തുടങ്ങുക. വെച്ചാൽ നമ്മൾ ഇന്നോ നാളെ തിരിച്ചെത്തും. നമ്മൾ തൃശ്ശൂർ നമ്മൾ പീച്ചി ഡാം ഞാൻ അത് ആദ്യമായിട്ട് ഞാൻ ലൊക്കേഷൻ ഇങ്ങനെ നോക്കി. വീട്ടിൽ കുറച്ച് നോമ്പ് സമയമല്ലേ ഇപ്പം, നോമ്പ് ഇന്നിപ്പം 18ആയി. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ദുൽദുലുമായിട്ട് പോകാൻ ബാഗ് ഇന്നലെ വൈകിട്ടാണ് തീരുമാനിച്ചത്. അപ്പം വലിയതായിട്ട് ഒരു ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചായതുകൊണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഉണ്ണിക്കണ്ണ് നമ്മുടെ വലിയ ലോങ് യാത്രയ്ക്കുള്ള എല്ലാ സെറ്റപ്പിൽ ചെയ്ത് വെച്ചിരിക്കുക വണ്ടി. നമ്മളത് വിശദമായിട്ടിന് വീഡിയോ പിന്നെ ചെയ്യാം. അതിൻ്റെത് മൊത്തം പൊടിയായിട്ടിരിക്കുകയായിരുന്നു, അഴുക്ക് പിടിച്ച് വണ്ടി ഉപയോഗിക്കാതെ ഇരിക്കുന്നിട്ട് 3-4 മാസമല്ലേ. അപ്പം മൊത്തം ഇതായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഞാൻ കഴുകി വെച്ചായിരുന്നു. നമ്മുടെ സ്പ്ലെൻഡർ ഉണ്ട്, പിന്നെ നമ്മുടെ നമ്മളിത് ദുൽദുലിനകത്തുണ്ട്. ഈ ബാഗ് നമ്മളെടുത്തേക്കുന്നത്. നമ്മളത് പോകാൻ ഇറങ്ങും എന്തായാലും. എൻ്റെ വെളിയിലോട്ട് നമ്മുടെ വണ്ടി മൊത്തം പണിഞ്ഞിറക്കിയായിരുന്നു. അല്ലെങ്കിൽ ഗേറ്റൊക്കെ അടച്ച് നമ്മുടെ എല്ലാ യാത്ര വന്ന് കയറാൻ പോകുന്നു. നമ്മുടെ ഓപ്പോ ഒന്നേ ഉള്ളൂ ചാർജ് ഉണ്ട്. ഇനി അത് ചാർജിങ്ങിലിട്ട് നമ്മൾ ലൊക്കേഷൻ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എറണാകുളം ലുലു മാൾ കഴിഞ്ഞ് ഇവിടെ പമ്പിൻ്റെ അവിടെ നിർത്തിയതാണ്. മൊത്തം തിരക്കായി. വേറൊരു ഇത് കാണിക്കാമെന്ന് ഇതുണ്ട്. 49,993 നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ ഉണ്ടോ. 50,000 ആവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മതി. നല്ല തിരക്കുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി 50,000 കിലോമീറ്ററായി. നമ്മൾ അവിടുന്ന് വിട്ട് കുറേ ഇങ്ങോട്ട് ഓടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ 50,000 ഉണ്ട്. നമ്മുടെ ഫോൺ വർക്കാവുന്നില്ല വണ്ടിയുടെ. വലിച്ച് നമ്മൾ പീച്ചിയിലോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും ഹൈവേ തന്നെ ആയതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ എടുക്കാത്തത്. ഫോറസ്റ്റിൽ കയറിയിട്ടേ വനവകുപ്പ് ഏരിയ. പീച്ചി ഡാമിൻ്റെ Turn right onto Peachy Road, Peachy Dam, Patakkad Road. ഓക്കെ ചേച്ചി. എൻ്റെ കേരള എൻജിനീയറിംഗ് റിസർച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി ഡാം. ഇവിടെ നമ്മളിത് പീച്ചിയിലോട്ട് എൻട്രി ചെയ്തത്. ഇതുണ്ടായിരുന്നു ഇവിടെ പീച്ചിയിലെ സ്കൂളായത്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി പീച്ചി. പിള്ളേരൊക്കെ പോകുന്നു. എക്സാം ടൈമുണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം. Road. Slight left onto Peachy Road, Peachy Dam, Patakkad Road, then turn left. പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലം, നിഗൂഢമായ സ്ഥലം. നമുക്ക് എന്തായാലും ഡാമിലോട്ട് പോയിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ വന്ന് നോക്കാം. നിഗൂഢമായ സ്ഥലങ്ങളുണ്ട്. വീടൊക്കെ ഒഴിഞ്ഞ് നമ്മളിപ്പോൾ കാടിനകത്തായി നിൽക്കുന്നു. ഇവിടെ ഒന്നുമില്ല വീട്. ഇവിടെ കണ്ടോ അല്ലേ. താമസമൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇവിടുന്ന് എല്ലാം മൊത്തത്തിലാണ്. ഇവിടെ കാടായത് ഫുള്ള്. കാടിനകത്ത് എല്ലാം ഒഴിഞ്ഞു പോയ പഴയ വീടുകളും സ്ഥലങ്ങളൊക്കെ. ഗൈസ് നമ്മളിപ്പം അവിടെ 2 ചേച്ചിമാർ ഇരിക്കുന്നുണ്ട്. ഒഴിഞ്ഞ വീട്. അങ്ങോട്ട് കാടാണ് കണ്ടോ.
പക്ഷെ നമ്മളത് എന്തുവാ അങ്ങോട്ട് പോകാതെ കൂട്ടവഞ്ചി സവാരി എന്താ കൊറാക്കൽ റൈഡ് ആൻഡ് എലിഫൻറ്റ് സാഗ ട്രക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഇങ്ങോട്ട് വാഹന ഗതാഗതമില്ല ഗൈസ്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് പോകണം ഗൈസ്. നമ്മളത് പീച്ചി ഡാമിൽ എത്തിയത്. അവിടെ കാണുന്ന ഡാം. ഇവിടെ എൻ്റെ ചെരുപ്പ് ടൈറ്റായിട്ട് എനിക്ക് കാല് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേദന എടുക്കും. എൻ്റെ ഒരു വിരൽ വയ്യാണ്ടിരിക്കുക. അവിടെ കൂവൽ തുടങ്ങി. പീച്ചി ഡാം. കഴിച്ചപ്പോഴത്തേ നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോവാ. ഇതിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ലേ? അതെ ഇവിടെ കയറാം. എങ്ങനെയാണോ എന്തോ ഇതുവഴിയാണ് കയറുന്നത്. അങ്ങനെ അതെ നമ്മൾ ഡാമിൻ്റെ ടോപ്പിലെത്തി. ബോട്ടൊക്കെ കിടക്കുന്നത്. വാവ്, ബ്യൂട്ടിഫുൾ ഡാം, വെറി വെറി വണ്ടർഫുൾ. ആൻഡ് ഞാൻ നിങ്ങൾക്കൊരു നല്ല ബ്യൂട്ടിഫുൾ കാഴ്ച കാണിച്ചു തരാവേ. എടാ മോനെ, അത് കണ്ട അവിടെ കണ്ട ഗാർഡൻ. ഇത് ഡാം തുറന്നു വിട്ടേക്കുവാന്ന് തോന്നുന്നു. വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാലും അതിൻ്റെ എന്തിനാ വെറുതെ. നമ്മൾ ഡാമിൻ്റെ ടോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. അടിപൊളി കിടുക്കാച്ചി, കിണ്ണങ്കാച്ചി, ബ്യൂട്ടിഫുള്ളാണ്ട് വണ്ടർഫുള്ളാണ്ട്. എല്ലാം എന്തുവാ അവിടെ എന്തോ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ബോട്ടിങ് ഉണ്ടല്ലോ. അവിടെ ഐസ്ക്രീമാണോ? ആയിരിക്കും. ഗൈസ് ഇതുണ്ട് നമ്മൾ ഡാമിൻ്റെ ഉണ്ട് തന്നെ തലകറങ്ങുന്നു. ഡാമിൻ്റെ ടോപ്പിലാണ്. ഇവിടെ കണ്ടോ നല്ല അടിപൊളി, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. സെറ്റ് സ്ഥലം ഗൈസ്. ഇത് ഡാമിൻ്റെ ഷട്ടറാണ് ഗൈസ്. ഇത് ഇവിടെ നമ്മളിങ്ങനെ പീച്ചി ഡാമിലെത്തിയിരിക്കുക. പീച്ചി ഡാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ നിഗൂഢമായ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഒഴിഞ്ഞ വീടുകൾ, ആളുകൾ ഇല്ലാത്ത സ്ഥലം. അതുവഴി നമ്മൾ വന്നത്. ഇനി നമുക്ക് പോകുമ്പോൾ നോക്കാം. അത് ഇവിടെ ഒന്ന് കയറി സമയം കണ്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നു. ഗൈസ് നമുക്ക് അങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാം. ഇതുവഴി ചാടി കയറി പിടിക്കണം. പിടി കിട്ടിയാൽ നമുക്ക് ഇവിടുന്ന് നിരങ്ങിയ വെള്ളത്തിൽ കൂടെ പോയത് അവിടെ ചെന്ന് നിൽക്കാം കേട്ടോ. പുതിയ കണ്ടുപിടുത്ത് എന്തൊക്കെ ചെയ്യാം. എവിടെ നിന്ന് കണക്ഷനാ? ഇതുണ്ട്. അതെ നല്ല അടിപൊളി പൂക്കൾ. അതെ പാർക്കുണ്ടല്ലേ. കൊള്ളാം, സംഭവം കൊള്ളാം, അടിപൊളി. ഇവിടെ ഊഞ്ഞാലും ഇരിപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ. ഇരിക്കാൻ പറ്റും. ഇരിക്കാൻ പറ്റും, കുഴപ്പമില്ല. മരത്തിന് ചായ ഇരിക്കാലോ. ഇറങ്ങും ഇവിടെ പിള്ളേരുടെ ഇതൊക്കെ ഉണ്ട്. വേറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നടന്നു വന്നാൽ അതുവഴി അതെ ഡാമിൻ്റെ സൈഡിൽ വന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കറങ്ങി വന്നതേ ഉണ്ടോ. പക്ഷെ നമ്മളതേ തിരിച്ച് മേളിൽ കയറി നമ്മളങ്ങോട്ട് പോവുക. ഡാമിൻ്റെ മുകളിലാണ് നമ്മൾ. ഇവിടെ ഇത് പീച്ചിയിലാണ് സ്ഥലം. ഇത് നിൽക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് വരണം. തൃശ്ശൂർ നിന്ന് പീച്ചി ഡാം ലൊക്കേഷന് കൊടുത്താൽ മതി. കറക്റ്റ് നമ്മൾ ഇവിടെ എത്തും. പിന്നെ കുറേ നിഗൂഢമായ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒത്തിരി വീടുകൾ, ഉപേക്ഷിക്കപ്പെട്ട വീടുകളും കാടും. അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങോട്ട് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ആംബിയർ. ഒറ്റയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ അതൊരു ഫീല് വേറെ. നല്ല ഭൂതോ വല്ല വരുമോ എന്നുള്ളൊരിത്. നേരത്തെ കണ്ട കയറുതേ വെള്ളത്തിൽ ഡാം, പീച്ചി ഡാം. നിങ്ങൾ ലൊക്കേഷന് ഇതാക്കിയാൽ മതി. പീച്ചി ഡാം കൊടുത്താൽ കറക്റ്റ് ഇവിടെ വരാം. നല്ല അടിപൊളി. നമുക്കൊന്ന് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവാനും
ഞാൻ ജസ്റ്റ് നടന്ന് ഇതൊക്കെ ഒന്ന് കാണാൻ, നമുക്ക് ഒരു ജീവിതമല്ലേ ഇത് കാണണ്ടേ. പക്ഷെ എന്നാലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളത് അതിൻ്റെ ഒരു വിഷമം. ഞാൻ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങത്തില്ല, പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തത് അതൊരു ഒരു ഇത് ആണ്. ഇത് മറ്റില്ല അതിലെന്തുവാ എന്തൊക്കെയോ ആണ്. തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഹരിപ്പാട് കഴിഞ്ഞ് തൃശ്ശൂർ. നമ്മൾ അന്ന് തന്നെ തിരിച്ച് വന്നോണ്ടിരിക്കല്ലേ. ഇവിടെ നമ്മുടെ വണ്ടിയുടെ റിലേ പോയി, ഫോണ് അടിച്ചിട്ട് വർക്കാവുന്നില്ല. രാവിലെ പോയി എറണാകുളത്ത് വെച്ച് പോയതാണ്. അപ്പോൾ ഇതൊന്നും ഫോണില്ല ഭയങ്കര റിസ്ക്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹരിപ്പാട് നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുമ്പോൾ ബൈക്ക് ഹബ്ബ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ വർക്ക്ഷോപ്പിൽ വന്ന് അവർ പണിഞ്ഞുകൊണ്ടിരിക്കുക. റിലേ പഴയത് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ഐസെടുത്ത് പുതിയ എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയി. അതുകൂടെ സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് പോവാം.